വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതികളാണ് ദിലീപും കാവ്യ മാധവനും. നിരവധി ആരാധകരാണ് ഇവർക്കുള്ളത്. സിനിമയിലെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ജോഡികൾ അല്പം വൈകിയാണെങ്കിലും ജീവിതത്തിലും ഒന്നിക്കുകയായിരുന്നു. ആദ്യ വിവാഹബന്ധം വേർപിരിഞ്ഞ ശേഷമാണ് ദിലീപും കാവ്യയും ഒന്നിക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിക്ക് കൈയടിച്ചവരെല്ലാം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ഇത്. 2016 നവംബർ 25-നായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്നതെന്ന വിവരം പുറത്തുവന്നത്. ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യ ബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിലും നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങൾ. ഇരുവരുടെയും ആദ്യ വിവാഹ ബന്ധം വേർപെടാൻ കാരണം എന്ത് എന്നതിനെക്കുറിച്ച് ഇരുവരും അധികം സംസാരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇത് തങ്ങളുടെ വിവാഹബന്ധം വേർപെടുത്തേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് കാവ്യയും ദിലീപും വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്റെ വിഷയത്തിൽ കാവ്യയല്ല എന്റെ ഫാമിലി ലൈഫ് തകർത്തത്, അങ്ങനെ പറഞ്ഞൊരു ഭയങ്കരമായിട്ടുള്ള സംഭവം വരുന്നുണ്ട്. കാവ്യയല്ല വിഷയം, അത് 100% ഉറപ്പാണ്. കാരണം കാവ്യയും ഞാനും തമ്മിലുള്ള ഒരു ഗോസിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 10, 13, 14 വർഷമായിട്ടുണ്ട്. കാവ്യ ഇതിന്റെ പേരിൽ ശരിക്കും ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ വലിയ വിഷമമുണ്ട്. ആളുകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഒരിക്കലും അമ്പ് ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കില്ല ഞങ്ങളുടെ വീട്ടിൽ ഒരു സഹോദരിയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഫീൽ ഒന്നും ഇപ്പോൾ ഇല്ല. ആര് മരിച്ചും ജീവിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ. അപ്പോൾ എല്ലാവരും സന്തോഷകരമായി ജീവിക്കട്ടെ എന്നുള്ളതാണ്. മാത്രമല്ല മഞ്ജു നല്ല അഭിനേത്രിയാണ്. അതുപോലെ തന്നെ മഞ്ജുവിന്റെ കാര്യങ്ങളുമായിട്ട് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. മഞ്ജു എന്ന് പറയുന്നത് എന്റെ മകൾ മീനാക്ഷിയുടെ അമ്മ കൂടിയാണ്. ആ മാന്യത കൂടി ഞാൻ കാണിക്കണമെന്ന് ദിലീപ് പറഞ്ഞു. അതിനിടെ കാവ്യയുടെ വിവാഹമോചനത്തിന് കാരണം ദിലീപോ എന്നുള്ള വിഷയത്തിൽ കാവ്യ മാധവന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ദിലീപ് ഏട്ടനെ അതിൽ ഉൾപ്പെടുത്തുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട്. അതിനുള്ള പല കാരണങ്ങളും പലരും പറയുന്നുണ്ട്, പല സൈഡിൽ നിന്നും പറയുന്നുണ്ട്. തെളിവ് സഹിതമുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നു. എനിക്ക് വിഷമമാണ് തോന്നുന്നത്. കാരണം ദിലീപേട്ടനെ പോലെ ഒരാളെ അങ്ങനെ അതിലേക്ക് കാരണം ഞാൻ വീണ്ടും എന്റെ കരിയർ തുടങ്ങുമ്പോൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത ആളാണ് ദിലീപേട്ടൻ, മഞ്ജു ചേച്ചി. എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെക്കാളും എനിക്ക് പറയാനുള്ളത് മഞ്ജു ചേച്ചിയായിരിക്കും. എന്റെ വിഷമങ്ങൾ അധികവും ഞാൻ പറഞ്ഞിരിക്കുന്നത് മഞ്ജു ചേച്ചിയോട് തന്നെയാണ്. സിനിമയിലുള്ള ഒരാൾ എന്ന നിലയിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുമ്പോൾ, കാരണം ദിലീപേട്ടന് നന്നായിട്ടറിയാം എന്റെ സ്വപ്നം എന്താണെന്നുള്ളത്. അവർക്കറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണെന്നത്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയും അടുക്കൽ ദേഷ്യം കാണിക്കുമായിരിക്കും. പക്ഷേ ഞാൻ വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യും. എനിക്കൊരു സ്ഥലത്ത് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാത്ത ഒരു സ്ഥലമായിരിക്കുമെന്ന് എന്നെ വളരെയധികം അടുത്തറിയുന്നവർക്ക് നന്നായി അറിയാം. എന്റെയും ദിലീപേട്ടനെയും കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്റെ വീട്ടുകാർക്കില്ല എന്നാണ് കാവ്യ മാധവൻ പറഞ്ഞത്.